ഹലോ ഫ്രണ്ട്സ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആണ് കാണാൻ പോകുന്നത്. കണ്ടിന്യൂസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഒരു സാധാരണ സിഗ്നൽ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഏത് ടൈം മൊമെൻറ്റിൽ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള സിഗ്നൽസുകളെയാണ് നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഞാൻ 3 ടൈപ്പ് ഓഫ് സിഗ്നൽസുകൾ കാണിച്ചിട്ടുണ്ട്. ഒന്നൊരു സൈൻ വേവ് ആണ്, മറ്റേതൊരു സ്ക്വയർ വേവ് ആണ്, ദെൻ ഒരു ഗോഷ്യൻ റെസ്പോൺസും കാണിച്ചിട്ടുണ്ട്. ഈ 3 സിഗ്നലുകളും കണ്ടിന്യൂസ് ടൈം സിഗ്നലിന് എക്സാമ്പിൾസുകളാണ്. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ ഫസ്റ്റ് സിഗ്നൽ നമ്മൾ നോക്കിയാൽ ഇതിൽ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to 6 ആണ് നമ്മുടെ എക്സ് ആക്സിസ് വരുന്നത്. ഈ പോയിന്റിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഇൻഫർമേഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ 0 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0യ്ക്ക് ഇവിടെ സിഗ്നൽ അവൈലബിൾ ആണ്, 1ന് നമുക്കിവിടെ ഒരു വാല്യൂ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് വാല്യൂ അവൈലബിൾ ആണ്. സോ ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടിയുടെ വാല്യൂ, ദാറ്റ് ഈസ് എക്സ് ആക്സിസിലുള്ള വാല്യൂ എന്താണെങ്കിലും അതിനൊക്കെ ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള സിഗ്നൽസുകളെയാണ് നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്താണെന്ന് നോക്കാം. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞ പേരിൽ തന്നെ നമുക്കറിയാം, അതിലുള്ള വാല്യൂസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രീറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഈ തന്നിട്ടുള്ള 3 സിഗ്നലുകളുടെ ഡിസ്ക്രീറ്റ് സിഗ്നൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയായിരിക്കും നമുക്ക് ഡിസ്ക്രീറ്റ് സിഗ്നലുകൾ കിട്ടുക. അതായത് ഈ മുകളിൽ കാണിച്ചിട്ടുള്ള സൈൻ വേവിൻ്റെ ഡിസ്ക്രീറ്റ് സിഗ്നലാണ് താഴെ കാണിച്ചിട്ടുള്ളത്. അതുപോലെ ഈ സ്ക്വയർ വേവിൻ്റെ ഡിസ്ക്രീറ്റ് സിഗ്നലാണ് ഈ കാണിച്ചിട്ടുള്ളത്. സെയിം തന്നെ നമ്മുടെ ഗോഷ്യൻ റെസ്പോൺസിൻ്റെ ഡിസ്ക്രീറ്റ് സിഗ്നലാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിൽ ഒരു പോയിന്റിൽ നിന്ന് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇൻഫർമേഷൻ മിസ്സിംഗ് ആണ്. അതായത് ഈ ഒരു പോയിന്റ്, ഇപ്പോൾ സപ്പോസ് ഇത് 0 വാല്യൂവിൻ്റെ സൈൻ വേവ് ആണ്, നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു 0.3 എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ ഈ 2 വാല്യൂസിൻ്റെ ഇടയിൽ, അതായത് 0യ്ക്കും 0.3യുടെയും ഇടയിലുള്ള വാല്യൂസിൻ്റെ ഇൻഫർമേഷൻസ് നമുക്കവിടെ മിസ്സിംഗ് ആയിരിക്കും. സോ അതുപോലെ തന്നെയാണ് നെക്സ്റ്റ് വാല്യൂസിൽ വരുന്നത്. 0.3 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 0.5 or 6 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് മിസ്സിംഗ് ആണ്. സോ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതിൽ എല്ലാ ഇൻഫർമേഷൻസും അവൈലബിൾ ആയിരിക്കില്ല. ഡിസ്റ്റിങ് ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഇൻഫർമേഷൻസ് മാത്രമായിരിക്കും അവൈലബിൾ ആയിരിക്കുക. അതായത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡിജിറ്റൽ സിഗ്നലിന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. കണ്ടിന്യൂസ് ടൈം സിഗ്നലിനെ നമുക്ക് ഒരു അനലോഗ് സിഗ്നലായിട്ടും റെപ്രസെൻറ്റ് ചെയ്യാം. അനലോഗ് സിഗ്നലിൻ്റെ കേസിൽ നമുക്ക് ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഡിജിറ്റലി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ ഫോമിലായിരിക്കും നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്യുക. സോ ഈ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഈ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിൻ്റെ കമ്പാരിസൺ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത് അതൊരു അനലോഗ് റെപ്രസെൻറ്റേഷനാണ്. പക്ഷേ അതേ സമയത്ത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിജിറ്റൽ റെപ്രസെൻറ്റേഷനാണ്. ഒരു സാധാരണ അനലോഗ് സിഗ്നലിൻ്റെ ഡിജിറ്റൽ റെപ്രസെൻറ്റേഷനെ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് വിളിക്കാം. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഏതൊരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻസിലും യൂസ് ചെയ്യുന്ന സിഗ്നൽസുകളെല്ലാം ഡിജിറ്റൽ സിഗ്നൽസുകളായിരിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെങ്കിൽ അത് ഫൈനൈറ്റിലോ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ലിമിറ്റ്സിലോ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതേ സമയത്ത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ്സ് എ ഫൈനൈറ്റ് ഡൊമൈൻ സീക്വൻസിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഫൈനൈറ്റ് ലിമിറ്റ്സ് ആയിരിക്കും. അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് അതിൻ്റെ ലിമിറ്റ്സ് പോവാറില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഫൈനൈറ്റ് ഡൊമൈൻസിലാണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ദ സിഗ്നൽ ക്യാൻ ബി ഒബ്റ്റൈൻഡ് അറ്റ് എനി ആർബിട്രറി പോയിന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഏത് ടൈം ഇൻസ്റ്റൻറ്റിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിനൊരു വാല്യൂ അവൈലബിൾ ആയിരിക്കും ഫോർ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. പക്ഷേ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന് ദ വാല്യൂ ഓഫ് ദ സിഗ്നൽ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഓൺലി അറ്റ് സാമ്പിളിംഗ് ഇൻസ്റ്റൻസ് ഓഫ് ടൈം. ഒരു സാമ്പിൾ ഓഫ് ടൈം ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ട് ആയിരിക്കും എപ്പോഴും നമ്മളുടെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കുക. ആ ഇൻ ബിറ്റ്വീൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിരിക്കില്ല.
അടുത്തത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽസിന് വേണ്ടിയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ഇതിന് മുമ്പ് കണ്ട എക്സാമ്പിൾസുകളൊക്കെ റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ അതിനെ നമ്മൾ എക്സ് ഓഫ് ടി എന്നുള്ള രീതിയിലായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്. കാരണം അതൊരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആയിട്ടാണ് വരുന്നത്. ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് എപ്പോഴും നമ്മൾ സ്മോൾ ടി ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. അതേസമയത്ത് ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എക്സ് ഓഫ് എൻ എന്ന പേരിലായിരിക്കും. എൻ ആയിരിക്കും അതിൻ്റെ വേരിയബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു എക്സ് ഓഫ് ടി ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സിമ്പിൾ ബ്രാക്കറ്റാണ് യൂസ് ചെയ്തത്. പക്ഷേ അതേ സമയത്ത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ അതിന് നമ്മൾ എൻ ഇട്ട ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ക്വയർ ബ്രാക്കറ്റാണ്. ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിഗ്നൽ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണോ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണോ എന്നുള്ളത് ഈ റെപ്രസെൻറ്റേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത്രയാണ് ഇതിൻ്റെ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിഗ്നൽ ഓപ്പറേഷൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സിഗ്നൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് പല രീതിയിലുള്ളതാണ്. നമ്മൾ ഒരു സിഗ്നലിനെ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ വരുത്തുകയാണെങ്കിൽ ആ സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷനിലും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ചസുകൾ ഉണ്ടാവും. ഇവിടെ നമുക്ക് മെയിൻലി 2 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് വരുന്നത്. ഒന്ന് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അതായത് നമ്മൾ എക്സ് ഓഫ് ടി എന്ന് പറയുകയാണെങ്കിൽ ആ ബ്രാക്കറ്റിന് അകത്ത് വരുന്ന ടി എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതുപോലെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് എക്സ് ഓഫ് എൻ ആണ്. ഇതിലുള്ള എൻ ആണ് ഇൻഡിപെൻഡൻറ്റ് ടൈം വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മൾ സിഗ്നലിൽ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ഈ ടിയിലോ അല്ലെങ്കിൽ എന്നിലോ ചേഞ്ച് വരുത്തുന്നതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ്. ഒരു സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള വേരിയബിളിനല്ല ചേഞ്ച് വരിക, ഹോൾ സിഗ്നലിൻ്റെ മെയിൻ ആംപ്ലിറ്റ്യൂഡ് വാല്യൂസിലാണ് ചേഞ്ച് വരിക. നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് നോക്കുന്നത്. അതിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷനാണ് വരുന്നത്. ഒന്ന് ടൈം ഡിലേ ഓർ അഡ്വാൻസിങ്, അടുത്തത് ടൈം ഫോൾഡിങ്, ദെൻ ടൈം സ്കെയിലിംഗ്. ഈ 3 എണ്ണവും നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ ടൈം ഡിലേ ഓർ അഡ്വാൻസിങ് ആണ് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. യു ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ എലിമെൻ്ററി സിഗ്നൽ പഠിച്ചപ്പം കണ്ട സിഗ്നലാണ് യു ഓഫ് ടി, ദാറ്റ് ഈസ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്ന സിഗ്നലാണ്. ഈ തന്നിട്ടുള്ള യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനെ നമ്മൾ ടൈം ഡിലേയിങ് അല്ലെങ്കിൽ അഡ്വാൻസിങ് ആണ് ചെയ്യുന്നത്. ടൈം ഡിലേ അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ടൈം പാരാമീറ്റർ എന്ന് പറയുന്നത് ഈ സ്മോൾ ടി ആണ്. സോ യു ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിൻ്റെ കൂടെ നമ്മൾ ഡിലേ അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ വാല്യൂ പ്ലസ് ഓർ മൈനസ് എ എന്നുള്ളൊരു വാല്യൂ ആണ് നമ്മൾ കൊടുക്കുക. ഈ എയുടെ വാല്യൂ എന്ത് വാല്യൂ വേണമെങ്കിലും വരാം. സോ ഈ യു ഓഫ് ടീനെ ഞാനൊരു ഡിലേ കൊണ്ടുവരികയാണ്. അതായത് യു ഓഫ് ടി -2 2 പോയിന്റുകൾ കുറച്ച് കൊണ്ടുവരുവാണ് അവിടെ ചെയ്യുന്നത്. സോ ഞാനവിടെ 2 പോയിന്റ് കുറച്ച് കൊണ്ടുവന്നപ്പോൾ സംഭവിച്ചത് 2 പോയിന്റ്സ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ് ചെയ്തത്. സോ ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇവിടെ ഞാനിപ്പോൾ ചെയ്തത് യു ഓഫ് ടി -2 ആണ്, അതായത് ടൈമിൽ നിന്ന് 2 കുറയ്ക്കുകയാണ് ചെയ്തത്. സോ അവിടെ നമ്മൾ സമയം കുറയ്ക്കുന്ന സമയത്ത് എങ്ങനെ അത് റൈറ്റ് സൈഡിലോട്ട് വന്നു, അതായത് എങ്ങനെ അവിടെ പോസിറ്റീവ് സൈഡിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ടൈമിൻ്റെ കേസിൽ നിങ്ങൾ എപ്പോഴും ആലോചിച്ചിരിക്കുക, ടൈമിൽ നമ്മൾ ഡിലേ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൂടുതൽ ടൈം എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു ബസ് 5 മണിക്ക് എടുക്കുന്ന ബസ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നത് 10 മണിക്കാണെങ്കിൽ ഈ സെയിം ബസ് 6 മണിക്കാണ് എടുക്കുന്നതെങ്കിൽ, അതായത് നമ്മളവിടെ ഡിലേ ആണ് വരുത്തുന്നത്, 6 മണിക്കാണ് എടുക്കുന്നതെങ്കിൽ ഈ ബസ് എത്തുന്നത് 11 മണിക്കായിരിക്കും. സോ നമ്മൾ ആദ്യത്തെ മൊമെൻറ്റിൽ നമ്മൾ കൊണ്ടുവന്ന ഡിലേ എന്ന് പറയുന്നത് നമ്മളുടെ റിസൾട്ടിലും എഫക്റ്റ് ചെയ്യും. സോ ഈ ഒരു ചേഞ്ചാണ് നമുക്ക് ടൈമിൽ വരുന്നത്. അതായത് ടൈമിൽ നമ്മൾ ഡിലേ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് റൈറ്റിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് സംഭവിക്കുന്നത്. ഇതേ സമയത്ത് ഞാൻ T-2 ചെയ്തതിന് പകരം T+2 ആണ് ചെയ്തിരുന്നതെങ്കിലോ, അതായത് 5 മണിക്ക് എടുക്കേണ്ട ബസ് ഞാൻ 4 മണിക്ക് എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ 10 മണിക്ക് എത്തുന്നതിന് പകരം 9 മണിക്ക് എൻ്റെ ബസ് ഡെസ്റ്റിനേഷനിലെത്തും. സോ ടൈം നമ്മൾ അഡ്വാൻസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ റിസൾട്ട് കിട്ടും. സോ അതാണ് ഇവിടെ സംഭവിച്ചത്. 0-ൽ സംഭവിക്കേണ്ടതായിരുന്നു നമ്മളുടെ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊരു ടൈം
അഡ്വാൻസിങ് നമ്മളവിടെ t+2 നമ്മൾ കൊടുത്ത സമയത്ത് അത് 0-ൽ സംഭവിക്കുന്നതിന് പകരം -2 ഈ 2 പോയിന്റ് മുമ്പേ എനിക്ക് ആ സ്റ്റെപ്പ് അവിടെ സംഭവിച്ചു. സോ ടൈമിൻ്റെ കേസിൽ ഡിലേ ആൻഡ് അഡ്വാൻസിങ് വരുന്നത് പ്രത്യേകം ഓർത്തിരിക്കുക. വെൻ ദ ഫങ്ഷൻ ഈസ് അഡ്വാൻസ്ഡ് ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് ടു ലെഫ്റ്റ് ആൻഡ് വെൻ ദ ഫങ്ഷൻ ഈസ് ഡിലേഡ് ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് ടു റൈറ്റ്. സോ അതാണ് ടൈം ഡിലേ ഓർ അഡ്വാൻസിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടൈം ഫോൾഡിംഗ് ആണ്. ടൈം ഫോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട u(t) ആണ് ഇവിടുത്തെ സിഗ്നൽ. സോ ടൈം ഫോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിനെ നമ്മൾ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് u(t) എന്നുള്ളത് -t ആവുകയാണ് അവിടെ സംഭവിക്കുന്നത്. സോ u(-t) വരുന്ന സമയത്ത് നമുക്കിവിടെ പ്ലസ് സൈഡിലായിരുന്നു കംപ്ലീറ്റ് 1 കിട്ടിയത്. ഈ സാധനങ്ങളൊക്കെ നെഗറ്റീവിലേക്ക് മാറും. അതുപോലെ നെഗറ്റീവിൽ എന്തായിരുന്നോ കിട്ടിയത് അതൊക്കെ പോസിറ്റീവിലേക്ക് മാറും. സോ നമ്മളുടെ സിഗ്നൽ ഇതുപോലെ ഷിഫ്റ്റ് ആവും. സോ ഒരു ഫോൾഡിംഗ് ആണ് അവിടെ നമുക്ക് സംഭവിക്കുന്നത്. ഒറിജിൻ വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ഫോൾഡിംഗ് ആണ് സംഭവിക്കുന്നത്. സോ ടൈമിൽ നമ്മൾ ഫോൾഡിങ് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ടീയിലെ എവിടെയൊക്കെ ടി ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ -t ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിഗ്നലിനെ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈം സ്കെയിലിംഗ് ആണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ എനിക്കൊരു സിഗ്നൽ ഉണ്ട് x(t). x(t) എന്ന് പറയുന്നത് -2 തൊട്ട് +2 വരെ ആംപ്ലിറ്റ്യൂഡ് 1 ഉള്ള ഒരു സിഗ്നലാണ്. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം നമുക്ക് 0 ആണ് കിട്ടുന്നത്. സോ ഈ x(t)നെ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? x(t) ഈസ് ഈക്വൽ ടു 1 4 -2 ലെസ് ദാൻ t ലെസ് ദാൻ +2 ആൻഡ് 0 അതർവൈസ്. സോ ഈ തന്നിരിക്കുന്ന സിഗ്നലിനെയാണ് നമ്മൾ ടൈം സ്കെയിലിംഗ് ചെയ്യുന്നത്. നമുക്ക് പല രീതിയിലുള്ള സ്കെയിലിംഗ് വരുന്നുണ്ട്. കംപ്രഷൻ വരുന്നുണ്ട്, അതുപോലെ എക്സ്പാൻഷൻ വരുന്നുണ്ട്. സോ ആദ്യം നമുക്ക് ടൈം സ്കെയിലിംഗ് കംപ്രഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു സിഗ്നലിനെ കംപ്രസ് ചെയ്യുന്നത് നമ്മൾ ടൈമിൻ്റെ കൂടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് x(t) എന്ന് പറയുന്ന ഒരു സിഗ്നലിനെ നമുക്ക് കംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ x(at) എന്നുള്ള രീതിയിലാണ് കംപ്രസ് ചെയ്യുക. ഈ a എന്ന് പറയുന്നതാണ് നമ്മുടെ കംപ്രഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഞാനിവിടെ നമുക്ക് നേരത്തെ തന്നിട്ടുള്ള സിഗ്നൽ x(t) എന്ന് പറയുന്ന സിഗ്നലിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് x(2t) എന്ന് ചെയ്യുകയാണ്. സോ ഈ സിഗ്നൽ എങ്ങനെ കംപ്രസ് ആവുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട സിഗ്നൽ എങ്ങനെയാണ്? x(t)യിൽ -2 ടു +2 വരെ 1 വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതിൽ ഞാൻ ഈ സിഗ്നലിനുള്ള വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനിവിടെ നിന്ന് എഴുതാം. ദാറ്റ് ഈസ് x(t) എന്ന് പറയുന്ന സിഗ്നലിൻ്റെ വാല്യൂസ് ആണ് എഴുതുന്നത്. x(-2) എന്ന് പറയുന്നത് 1 ആണ്, x(-1) എന്ന് പറയുന്നത് 1 ആണ്, x(0) എന്ന് പറയുന്നത് 1 ആണ്, x(1) എന്ന് പറയുന്നതും 1 ആണ്, x(2) എന്ന് പറയുന്നതും 1 ആണ്. ഇത്രയും പോയിന്റിലാണ് നമുക്ക് ആക്ച്വലി 1 എന്ന് പറയുന്ന വാല്യൂ ഉള്ളത്. നമ്മുടെ സിഗ്നൽ ഇങ്ങനെയായിരുന്നു. ഈ സിഗ്നലിനകത്ത് -2 തൊട്ട് +2 വരെയുള്ള വാല്യൂസ് മാത്രമാണ് 1 വരുന്നത്, ബാക്കിയെല്ലാം 0 ആണ് വരുന്നത്. സോ x(t) വാല്യൂസ് ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഞാനിവിടെ ഈ x(2t) ദാറ്റ് ഈസ് കംപ്രസ്ഡ് സിഗ്നൽ ഓഫ് x(t) എന്ന് പറയുന്നതിന് ഞാൻ y(t) എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. y(t) ഈസ് ഈക്വൽ ടു x(2t) ആണ്. ഈ സിഗ്നൽ നമുക്ക് എങ്ങനെ കിട്ടുമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ x(t)യുടെ വാല്യൂസ് എഴുതിയ പോലെ ഞാൻ y(t)യുടെ വാല്യൂസ് എഴുതുകയാണ്. സോ നമുക്ക് y(t)യിൽ y(-2) എന്താണെന്നുള്ളത് നോക്കാം. സോ y(-2) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ടിയുടെ വാല്യൂ -2 ആണ്. അങ്ങനെയാണെങ്കിൽ x(2 ഇൻറ്റു -2 ആണ് വരുന്നത്. ദാറ്റ് ഈസ് x(-4) ആണ് വരുന്നത്. x(-4) എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ എന്താണ്? വിച്ച് ഈസ് 0 ആണ്, നമ്മുടെ നേരത്തെ കിട്ടിയ ഇക്വേഷനിൽ. അതുപോലെ y(-1) നോക്കുകയാണെങ്കിലോ ദാറ്റ് ഈസ് x(2 ഇൻറ്റു -1) ആണ്, അതായത് x(-2) ആണ്. x(-2) എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 1 ആണ്. സോ 1 എഴുതുന്നു. y(0) ഈക്വൽ ടു എന്തായിരിക്കും? ഇസ് x(0) ആയിരിക്കും. x(0) എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1 ആണ്. ദാറ്റ് ഈസ് ഓൾസോ 1. ഇനി നമ്മൾ y(1) നോക്കിക്കഴിഞ്ഞാലോ x(2 ഇൻറ്റു 1) ആണ്. ദാറ്റ് ഈസ് x(2) ആണ്. x(2) എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള എന്താണ്? 1 ആണ്. അതുപോലെ y(-2) എന്ന് പറയുന്നതോ ഇസ് ഈക്വൽ ടു x(-2 ഇൻറ്റു -2) x(4)
4 ആണ് വരുന്നത്. എക്സ് ഓഫ് 4 എന്ന് പറയുന്നത് നമുക്ക് 0 ആണ് കിട്ടുന്നത്. സോ ഈ വാല്യൂസ് നമുക്ക് എന്താ മനസ്സിലാവുന്നത്, y ഓഫ് -1 to +1 വരെയാണ് എനിക്ക് 1 വരുന്നത്. -2 എന്ന് പറയുന്നതൊക്കെ എനിക്ക് 0 ആണ് വരുന്നത്. എൻ്റെ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ എക്സ് ഓഫ് 2t ആവുന്ന സമയത്ത് സിഗ്നൽ എങ്ങനെ മാറും, ഇതുപോലെ മാറും. ദാറ്റ് ഈസ് ആദ്യത്തെ കേസിൽ -2 to 2 ആയിരുന്നു, പക്ഷേ ഇപ്പം അത് -1 to 1 ആയിട്ട് കുറഞ്ഞു. ഞാനിവിടെ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയ സമയത്ത് എനിക്കവിടെ ടൈമിൻ്റെ കംപ്രഷനാണ് സംഭവിച്ചത്. സോ നമ്മൾ ഇതുപോലെ ആലോചിച്ചാൽ മതി, നമുക്കൊരു വർക്ക് ചെയ്യാൻ ഒരാൾക്ക് 1 hour എടുക്കുന്നത്. അതേ സമയത്ത് 2 പേർക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും, ½ an hour എടുക്കുള്ളൂ. നമ്മൾ കൂടുതൽ ടൈം അവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വർക്ക് നമുക്ക് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ നമുക്ക് കംപ്രഷൻ എന്ന് പറയുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഇനി നമ്മൾ ടൈം സ്കെയിലിങ്ങിനകത്ത് എക്സ്പാൻഷൻ നോക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് വർക്ക് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ട്, എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ബൈ 2 അല്ലെങ്കിൽ t/4 എങ്ങനെ വേണമെങ്കിലും നമുക്ക് എക്സ്പാൻഷൻ ചെയ്യാം. സോ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സാധനം നമ്മൾ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ആ ടീനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സ് ഓഫ് t/2 എന്ന് പറയുന്നതിനെ y ഓഫ് ടി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെയിം വാല്യൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സിഗ്നൽ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും, ഇതുപോലെ നമുക്ക് എക്സ്പാൻഡ് ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് ആദ്യത്തെ സിഗ്നൽ -2 to 2 വരെ ആയിരുന്നെങ്കിൽ ആ സിഗ്നൽ എക്സ്പാൻഡ് ചെയ്തിട്ട് -4 to +4 വരെ എക്സ്പാൻഡ് ആവും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് y ഓഫ് -4 എന്ന് പറയുന്നത് 1 കിട്ടും, അതുപോലെ y ഓഫ് +4 എന്ന് പറയുന്നതും 1 കിട്ടും. അതിൻ്റെ ഇടയിലുള്ള എല്ലാ വാല്യൂസും y ഓഫ് -3, -2, 0 എല്ലാ വാല്യൂസും നമുക്ക് 1 ആയിട്ടാണ് കിട്ടുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സിഗ്നൽ ഇതുപോലെ എക്സ്പാൻഡ് ആയി വരും. ഇതാണ് ടൈം സ്കെയിലിങ്ങിലെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ആണ് വരുന്നത്. ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിങ്ങിൻ്റെ കേസിൽ വളരെ എളുപ്പമാണ്. നമ്മൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിൻ്റെ കൂടെ ആംപ്ലിറ്റ്യൂഡിലാണ് സ്കെയിലിംഗ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ബ്രാക്കറ്റിനകത്തുള്ള വേരിയബിളിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല, നമ്മൾ ഹോൾ ഫംഗ്ഷനെയാണ് നമ്മൾ അവിടെ സ്കെയിൽ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിനെ നമ്മൾ സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ 2x ഓഫ് ടി എന്നാണ് വരിക. സോ അതേ സമയത്ത് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് 1 ആയിരുന്നത് 2 ആയിട്ട് വരും. ആ ടൈം പീരീഡിൽ നമുക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ഓൺലി ആംപ്ലിറ്റ്യൂഡിൽ മാത്രമാണ് ആ ഒരു വേരിയേഷൻ നമുക്ക് വരിക. ഇവിടെ ഞാൻ +2x ഓഫ് ടി ആണ് കൊടുത്തത്. ഇതേ സമയത്ത് +2ന് പകരം -2 ആണ് കൊടുത്തിരുന്നെങ്കിലോ ആ സിഗ്നൽ നേരെ താഴേക്ക് വന്നിട്ട് -2 ആംപ്ലിറ്റ്യൂഡായിട്ട് നമുക്ക് കിട്ടി. ഇതുപോലെയാണ് നമ്മൾ ഒരു സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിലിംഗ് നമ്മൾ കണ്ടു. ഒരു സിഗ്നലിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിഗ്നലിൻ്റെ പാരാമീറ്റേഴ്സിൽ ഏതൊക്കെ രീതിയിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ആ സിഗ്നലിൽ എന്തൊക്കെ മാറ്റം വരുന്നുള്ളത് നമ്മൾ കണ്ടു. സപ്പോസ് നമുക്ക് തന്നിട്ടുള്ള സിഗ്നലിനകത്ത് ഷിഫ്റ്റിങ്ങും സ്കെയിലിങ്ങും ഒരുമിച്ച് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ചില റൂൾസുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു സിഗ്നൽ നമ്മുടെ കയ്യിലുണ്ട്. ആ എക്സ് ഓഫ് ടീനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, എക്സ് ഓഫ് എ ടി പ്ലസ് ബി എന്നുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ബി എന്ന് പറയുന്നത് നമുക്ക് ഷിഫ്റ്റിംഗ് ഓപ്പറേഷനാണ്, അതുപോലെ എ എന്ന് പറയുന്നത് നമ്മളുടെ സ്കെയിലിംഗ് ഓപ്പറേഷനാണ്. സോ ഈ ഒരു ഇക്വേഷനകത്ത് നമുക്ക് സ്കെയിലിങ്ങും ഷിഫ്റ്റിങ്ങും ഒരുമിച്ച് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂളാണ്, ഫസ്റ്റ് നമ്മൾ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ ചെയ്യുക, അതിനുശേഷം നമ്മൾ സ്കെയിലിംഗ് ഓപ്പറേഷൻ ചെയ്യുക. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു സിഗ്നൽ തന്നിട്ടുണ്ട്. ഈ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ്, -1 to +1 വരെ നമുക്ക് വാല്യൂ വരുന്നതാണ്. ഈ എക്സ് ഓഫ് ടീനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 1 4 -1 ലെസ് ദാൻ ടി ലെസ് ദാൻ +1 ആൻഡ് 0 അതർവൈസ്. സോ ഇതുപോലെ ഏതൊരു സിഗ്നലിനെ കിട്ടിക്കഴിഞ്ഞാലും അതിലെ ഇക്വേഷനിലേക്ക് മാറ്റാൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ ഈ ഒരു തന്നിരിക്കുന്ന സിഗ്നലാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. സോ ഇതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഡ്രോ എക്സ് ഓഫ് -2t + 3. ഈ ഒരു സിഗ്നലിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്യുക, എന്നിട്ട് അതിനെ ഡ്രോ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ആദ്യം ഷിഫ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്. സോ ആദ്യം എക്സ് ഓഫ് t + 3 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യുകയാണ് വേണ്ടത്. സോ നമ്മൾ ആദ്യം കണ്ടതുപോലെ എക്സ് ഓഫ് t പ്ലസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്. സോ എക്സ് ഓഫ് t + 1 ഒരു പോയിന്റ് വന്നു, എക്സ് ഓഫ് +2 അടുത്ത പോയിന്റിലേക്ക് മാറി, എക്സ് ഓഫ് t + 3. സോ ഇതാണ് എക്സ് ഓഫ് t + 3 എന്ന് പറയുന്നത്. സോ നമുക്ക് ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ അവിടെ കഴിഞ്ഞു.
ഇനി നമുക്ക് ഷിഫ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വേണ്ടത് ആ കംപ്രഷനാണ്, ദാറ്റ് ഈസ് 2t+3 എന്നുള്ള വാല്യൂയിലേക്ക് കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നേരത്തെ ചെയ്ത പോലെ ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് y ഓഫ് t ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്തിനെ? എക്സ് ഓഫ് 2t+3നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്മളുടെ ആദ്യത്തെ സിഗ്നൽ എന്ന് പറയുന്നത് ഇതുപോലുള്ളൊരു സിഗ്നലായിരുന്നു, ദാറ്റ് ഈസ് -1 to 1 വരെ 1 വാല്യൂ വരുന്നത്. സോ നമുക്കിവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. തൽക്കാലം y ഓഫ് -3 ചെയ്ത് നോക്കാം. y ഓഫ് -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് 2 × -3 ആണ് വരുന്നത്. ദാറ്റ് ഈസ് -6 + 3, ദാറ്റ് ഈസ് എക്സ് ഓഫ് -3 ആണ് വരുന്നത്, ഇല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇവിടെ എക്സ് ഓഫ് -3 എന്ന് പറയുന്നത് 0 ആണ്. ഇനി y ഓഫ് -2 നോക്കിയാലോ, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് -2 × 2, ദാറ്റ് ഈസ് -4 + 3. സോ ഇവിടെ എക്സ് ഓഫ് -1 ആണ് വരുന്നത്. എക്സ് ഓഫ് -1 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 1 ആണ് വരുന്നത്. സോ എക്സ് ഓഫ് -1 ഈക്വൽ ടു 1. ഇനി y ഓഫ് -1 നോക്കിയാലോ, y ഓഫ് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും 2 × -1, ദാറ്റ് ഈസ് -2 + 3. സോ എക്സ് ഓഫ് 1 ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി y ഓഫ് 0 നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈ വാല്യൂ കംപ്ലീറ്റ് 0 ആയിപ്പോൾ എക്സ് ഓഫ് 3 കിട്ടും. എക്സ് ഓഫ് 3 എന്ന് പറയുന്നത് എന്താണ്? വെറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഇനി അങ്ങോട്ട് നമ്മൾ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ആ വാല്യൂ ഒക്കെ നമുക്ക് 0 ആവുകയാണ് കിട്ടുക. സോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് y ഓഫ് -2 തൊട്ട് -1 വരെ 1 ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മളുടെ ആ ഇക്വേഷൻ എങ്ങനെ മാറും? എക്സ് ഓഫ് -2 തൊട്ട് 1 വരെ 1 ആണ്, ബാക്കി എല്ലാ വാല്യൂസും നമുക്കവിടെ 0 ആണ് കിട്ടുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഓഫ് 2t+3 എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു സിഗ്നലായിട്ട് കിട്ടി. പക്ഷേ നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? എക്സ് ഓഫ് -2t+3 ആണ്. സോ ആ ടി എന്ന് പറയുന്നത് മൈനസ് ആവുന്ന സമയത്ത് നമ്മൾ ആദ്യം കണ്ട ഫോൾഡിങ് എന്ന് പറയുന്ന മെത്തേഡാണ് വരുന്നത്. സോ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? എക്സ് ഓഫ് -2t+3. സോ ആദ്യം ഉണ്ടായിരുന്ന ഈ -2 -1 ഉണ്ടായിരുന്ന സെക്ഷൻ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് മാറും, നേരെ പോസിറ്റീവ് സൈഡിലേക്ക് മാറും. ഇതാണ് നമ്മൾ ഡ്രോ ചെയ്യേണ്ട എക്സ് ഓഫ് -2t+3 എന്ന് പറയുന്ന സിഗ്നൽ. ഇങ്ങനെയാണ് ഒരു സാധാരണ സിഗ്നലിനെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഫോൾഡിങ്, കംപ്രഷൻ, എക്സ്പാൻഷൻ, ഷിഫ്റ്റിങ് പോലെയുള്ള ഓപ്പറേഷൻസുകൾ നമ്മൾ ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.